ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് QPSKയുടെ എറർ പ്രോബബിലിറ്റിയാണ് ഓർ ബിറ്റ് എറർ റേറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ QPSKയുടെ സിഗ്നൽ സ്പേസ് ഡയഗ്രാം, അതേകൂട്ട് തന്നെ അതിൻ്റെ ഡിറ്റക്ഷൻ ആസ് വെൽ ആസ് ജനറേഷൻ അതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ ഇതൊരു സിഗ്നൽ സ്പേസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം എറർ പ്രോബബിലിറ്റി. ഈ സിഗ്നൽ സ്പേസ് ഡയഗ്രാം നമ്മൾ ഓൾറെഡി നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ വി ഒബ്റ്റെയിൻ ദിസ് ഫിഗർ. ഇവിടെ ഇപ്പോൾ 4 സിമ്പിൾസ് ഉണ്ട്, M1, M2, M3, M4. അത് ഞാൻ പറഞ്ഞതാണ്. 4 സിമ്പിൾസ് ഓരോന്നും ഡൈബിറ്റ് ആയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, M1 എന്ന് പറയുമ്പോൾ എന്താണ്? M1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1 0 എന്ന് പറഞ്ഞ സിമ്പിൾ. M2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് 0 0 0 എന്ന് പറഞ്ഞ സിമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനും, M3 ഇറ്റ് ഈസ് 0 1 ആൻഡ് M4 എന്ന് പറയുന്നത് 1 1 എന്ന് പറഞ്ഞ സിമ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ യൂക്ലിഡിയൻ സ്പേസിൻ്റെ ആ ഹോൾ യൂക്ലിഡിയൻ റീജിയൻ, ആ സ്പേസിനെ ഇവിടെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, Z1 എന്ന് പറഞ്ഞ റീജിയനിലായിരിക്കും M1 എന്ന് പറഞ്ഞ മെസ്സേജ് പോയിന്റ് ലൈ ചെയ്യുക. Z2, ഓക്കെ, ദിസ് ഏരിയ വെയർ M2 ലൈസ്, ആൻഡ് Z3 ആൻഡ് Z4. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് ഈ QPSK സിഗ്നൽ, റിസീവ്ഡ് സിഗ്നൽ നമുക്ക് എഴുതാം. ബിക്കോസ് റിസീവ്ഡ് സിഗ്നൽ നിന്ന് കറക്റ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ ഡിറ്റക്റ്റ് ചെയ്യുമോ പറ്റുമോ, ഇല്ലെങ്കിൽ എറർ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിൽ നിന്നാണ് നമ്മൾ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റിസീവ്ഡ് സിഗ്നൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വി നോ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നൽ SIT ആണ്, പക്ഷേ റിസീവ് ചെയ്യുന്നത് XT ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ഈ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ പ്ലസ് നോയ്സ് അല്ലേ, അതാണ് നമുക്ക് XT എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി QPSKയിൽ ഓൾറെഡി നമ്മൾ റിസീവർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു എത്ര കോറിലേറ്റേഴ്സ് ഉണ്ട് അല്ലേ? 2 കോറിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിരുന്നു X1 ആൻഡ് രണ്ടാമത്തെ കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടായിരുന്നു X2. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി ലേൺഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. X1 എങ്ങനെയായിരുന്നു കിട്ടുന്നത്? ദാറ്റ് മീൻസ് ഇൻ ദ ജനറേഷൻ ഡിറ്റക്ഷൻ ബ്ലോക്ക്, സി ഹിയർ, ഇതിൻ്റെ റിസീവറിൽ നോക്കൂ, ഇവിടെ ദിസ് is the block diagram which we learned in the last class. ഇവിടെ X1 എങ്ങനെയാണ് കിട്ടുന്നത്? XTയും 1 കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ദെൻ ഇൻ്റഗ്രേറ്റിംഗ് ഫ്രം 0 to t you will get X1. അതേപോലെ തന്നെ X2ഉം കിട്ടും. XT റിസീവ് ചെയ്ത സിഗ്നലിനെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് X2ഉം കിട്ടിയിരുന്നു. അപ്പോൾ ആ റിസീവ്ഡ് സിഗ്നൽ വെക്റ്റർ, റിസീവ്ഡ് സിഗ്നൽ അതിൻ്റെ വെക്റ്റർ റെപ്രസെൻറ്റേഷനകത്ത് 2 എലമെൻറ്റ്സ് ഉണ്ട്, X1ഉം X2. X1 നമ്മൾ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, കോറിലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ X1 എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? X1 എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്നൽ പ്ലസ് നോയ്സ് ആണ് അല്ലേ? പക്ഷേ ഈ സിഗ്നലിനെ ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മൾ QPSKയുടെ സിഗ്നൽ സ്പേസ് ഡയഗ്രാം പഠിപ്പിച്ചപ്പോൾ ഇതാണ് QPSKയുടെ സിഗ്നൽ സ്പേസ്. ഞാനിത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഇതിൻ്റെ സിഗ്നൽ വെക്ടർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് X എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് സിഗ്നൽ എലമെൻറ്റ് കിട്ടുന്നത് X1ഉം X2 ആണല്ലേ? അപ്പോൾ ശരിക്കും ഈ X1 എങ്ങനെയാണ് കിട്ടുന്നത്? ഈ സിഗ്നലിൻ്റെ കൂടെ നോയ്സും കൂടി ആഡ് ചെയ്യുമ്പോൾ അല്ലേ? X2 എങ്ങനെയാണ് കിട്ടുന്നത്? ഈ സിഗ്നൽ -√ഈ സൈൻ ഇതിൻ്റെ കൂടെ നോയ്സും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസീവ്ഡ് സിഗ്നൽ കമ്പോണൻറ്റ് X2 കിട്ടുന്നത്. ദിസ് ഈസ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ കമ്പോണൻറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. X1 എന്ന് പറയുന്നത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ദിസ് കമ്പോണൻറ്റ്. ഈ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ജനറൽ ഇക്വേഷനാണ്. ഇതിൻ്റെ ഈ പാർട്ട് പ്ലസ് നോയ്സ്. ആൻഡ് സിമിലർലി ഐ ക്യാൻ റൈറ്റ് X2 ഓൾസോ. സോ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. X1നെ SIയുടെ ആ ഫസ്റ്റ് എലമെൻറ്റ് വിച്ച് വാസ് ഡിപ്പെൻഡൻ്റ് ഓൺ 5-1 ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എലമെൻ്റാണ് ആദ്യത്തെ എലമെൻറ്റ് പ്ലസ് നോയ്സ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ കോസിന് ഇവിടെ ഐക്ക് 1 2 3 4 ഡിഫറെൻറ്റ് വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ +or-1/√2 ആണ് കിട്ടുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ 1 ± 1/√2 ഈ ഒരു ടേമിന് +or-1/√2 വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് +or-√e/2 എന്ന് നമുക്ക് എഴുതാം. 1/√2 ഉള്ളിലേക്ക് എടുത്ത് എഴുതിയിരിക്കുകയാണ്. സിമിലർലി X2 ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, ഞാൻ മുമ്പേ കാണിച്ച ആ വെക്റ്റർ പ്ലസ് നോയ്സ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും X2. ഓക്കെ, എഗെയിൻ ദിസ് സൈൻ, ഈ ഒരു ടേം എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ I 1 2 3 4 കൊടുക്കുന്നതനുസരിച്ച് ഈ സൈൻ്റെ വാല്യൂ 1/√2 വരും. ഓൾറെഡി ഒരു √e ഉണ്ട്.
സോ ഇറ്റ് വിൽ ബി റൂട്ട് ഓഫ് ഈ ബൈ ഈ 2 കൂടി ഒറ്റ റൂട്ടിനുള്ളിൽ കൊടുക്കുന്നു, പ്ലസ് ഓർ മൈനസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് x2. ഓക്കെ, യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ദിസ് ഇക്വേഷൻ, x1 x2. സിഗ്നൽ കമ്പണൻറ്റ് മെസ്സേജ് കോർഡിനേറ്റ് എപ്പോഴും പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇ ബൈ 2ലായിരിക്കും. ഹിയർ ഓൾസോ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഇ ബൈ 2ലായിരിക്കും, പ്ലസ് നോയ്സ്. അതാണ് x1 x2. ഓക്കെ, നൗ ഈ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ്, ഓക്കെ, റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് എക്സ്, ആ ഒരു x1 x2. ഓക്കെ, റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് സപ്പോസ് നമ്മൾ ഡിസിഷൻ റൂളാണ് ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് മീൻസ് റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് അല്ലെങ്കിൽ റിസീവ്ഡ് വെക്റ്റർ Z1 എന്ന് പറഞ്ഞ റീജിയനിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ ഐ ക്യാൻ ടെൽ ദാറ്റ് ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഈസ് ഫോർ ഷുവർ M1 ആണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ഇൻ ദിസ് ക്വാഡ്രന്റ് ഐ ക്യാൻ സേ ദ ട്രാൻസ്മിറ്റഡ് സിഗ്നൽ ഈസ് M2. ഇനി റിസീവ് ചെയ്ത സിഗ്നൽ ഈ Z3 എന്ന് പറഞ്ഞ ഈ ഒരു ക്വാഡ്രന്റിലാണ്. ഇഫ് ഇറ്റ് ഫോൾസ് ഇൻ ദിസ് ക്വാഡ്രന്റ് ഐ ക്യാൻ സേ ദ ട്രാൻസ്മിറ്റഡ് സിംബൽ ഈസ് M3. ആൻഡ് ഇഫ് ദ received signal falls in this Z4 region then I can say the transmitted symbol is what? ഈ M4 ആണെന്ന് പറയാൻ പറ്റും. പക്ഷേ എപ്പോഴും ഇത് കറക്റ്റ് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. സി ദർ ഈസ് നോയ്സ് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ M1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം കിട്ടുന്ന റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് കറക്റ്റ് ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും. പക്ഷെ നോയ്സ് കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. ആൻഡ് ഇഫ് ദ നോയ്സ് ഈസ് ടു മച്ച് എന്താ പറ്റുന്നതെന്നറിയാവോ? ഈ റീജിയൻ വിട്ട് വേറൊരു റീജിയനിൽ നമ്മുടെ റിസീവ്ഡ് സിഗ്നൽ പോയിന്റ് വരും. അന്നേരം എറർ ഉണ്ടാവും ഡിസിഷനിൽ. ഫോർ എക്സാമ്പിൾ ഇഫ് M4 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് കിട്ടേണ്ട ആ റിസീവ്ഡ് സിഗ്നൽ വെക്റ്റർ എവിടെയാണ്? Z4ലാണ് വരേണ്ടത്. പക്ഷേ ഡ്യൂ ടു നോയ്സ് ഈ എക്സ് സപ്പോസ് ഇഫ് ഇറ്റ് ലൈസ് ഇൻ സേ Z1 എന്ന് പറഞ്ഞ റീജിയനിലാണ് വരുന്നതെങ്കിൽ വി വിൽ ഡിറ്റക്ട് ദ ട്രാൻസ്മിറ്റഡ് സിംബൽ ആസ് M1. Instead of M4 we will detect the transmitted symbol as M1. സോ അങ്ങനെയാണ് എറർ സംഭവിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ റൂൾ ഇതാണ്. നമ്മൾ ആ കറക്റ്റ് ആ ഓരോ റീജിയനിൽ വരുവാണെങ്കിൽ ആ റീജിയനിലുള്ള മെസ്സേജ് പോയിൻ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്തതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. പക്ഷേ എപ്പോഴാണ് എറർ സംഭവിക്കുന്നത്? ഓക്കെ, ഇഫ് ഡ്യൂ ടു നോയ്സ് സപ്പോസ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ് M4 ആണ് ട്രാൻസ്മിറ്റ് ചെയ്തത്, പക്ഷേ റിസീവ്ഡ് സിഗ്നൽ ഫോൾസ് ഔട്ട്സൈഡ് Z3യിലാണെങ്കിൽ M3 ആയിട്ട് ഡിസൈഡ് ചെയ്യും. സോ അവിടെ ഒരു എറോണിയസ് ഡിസിഷൻ നമ്മൾ എടുക്കും. അപ്പോൾ ഈ ഒരു എറർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജ് പ്രോബബിലിറ്റി ഓഫ് എറർ കണ്ടുപിടിക്കുന്നത്. സോ വി നോ QPSK സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചു, ജനറേഷൻ ഡിറ്റക്ഷനകത്തൊക്കെ പഠിച്ചു. QPSK സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലൻറ്റ് ടു BPSK സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എറർ പ്രോബബിലിറ്റി നമ്മൾ തുടങ്ങാൻ പോകുന്നത് BPSKയുടെ എറർ പ്രോബബിലിറ്റി ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, വി നോ ദാറ്റ് എറർ പ്രോബബിലിറ്റി ഫോർ BPSK the error probability is given by the equation 1/2 complementary error function of root of EB divided by N0. ഇതാണ് ഇക്വേഷൻ. ഈ QPSKയിൽ ഒരു വ്യത്യാസം എന്താണെന്നറിയുമോ? BPSKയിൽ നമ്മൾ ഒരു സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ബിറ്റ് വെച്ചിട്ടായിരുന്നു. ഓക്കെ, ആ ബിറ്റിൻ്റെ എനർജി ആയിരുന്നു EB. പക്ഷേ QPSKയിൽ നമ്മൾ ഒരു സിമ്പലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡൈ ബിറ്റ് വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ 2 ബിറ്റ് 1 1. ആ സിമ്പലിൻ്റെ എനർജിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത് E വെച്ചിട്ടാണ്, സിമ്പലിൻ്റെ എനർജിയാണ്. അപ്പോൾ ബിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ സിമ്പിൾ എനർജിയാണ് E. സോ ഒരു ബിറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും E/2 ആണ് QPSKയിൽ. സോ EB ബിറ്റ് എനർജിയാണ്. എവിടെ? BPSKയിലെ ബിറ്റ് എനർജി EB ആണെങ്കിൽ QPSKയിൽ ഒരു ബിറ്റിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ E ആണ്. ബിക്കോസ് ഡൈ ബിറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് QPSK. E/2 ആണ് ബിറ്റ് എനർജി. സോ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഫോർ when QPSK is considered, when QPSK is considered ഈ എറർ പ്രോബബിലിറ്റിയിൽ അല്ലെങ്കിൽ ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് EB നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? E/2 വരും. ദാറ്റ് ഈസ് ഒരു ബിറ്റ് എനർജി എന്ന് പറയുന്നത് QPSKയിൽ E എന്ന് പറഞ്ഞാൽ ഡൈ ബിറ്റിൻ്റെ എനർജിയാണ്, E/2 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. നൗ നമ്മൾ QPSKയുടെ ജനറേഷനിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചിരുന്നു അല്ലേ? 2 ചാനൽ ഉള്ളതായിട്ടാണ് നമ്മൾ പഠിച്ചത്. ഒരു ഇൻഫേസ് ചാനലും ഉണ്ടായിരുന്നു, താഴെ ഒരു ക്വാഡ്രേച്ചർ ഫേസ് ചാനലും ഉണ്ടായിരുന്നു. അതിനകത്ത് ആ മുകളിലത്തെ പോർഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് കൺസിഡേർഡ് ഇക്വലൻറ്റ് ടു എ BPSK. ശരിയല്ലേ? നമ്മൾ ഈ BPSKക്ക് ഇക്വലൻ്റ് ആയിട്ടായിരുന്നു കൺസിഡർ ചെയ്തത്. അതേ കൂട്ടാണ് താഴത്തതും ഇറ്റ് വാസ് കൺസിഡേർഡ് ഇക്വലൻറ്റ് ടു
BPSK. See, this is what we learned in the last class. QPSKയുടെ ജനറേഷനാണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു ജനറേഷനകത്ത് നോക്കിക്കേ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു BPSK ജനറേഷൻ അല്ലേ? കാരണം നോക്കിക്കേ, ഒരൊറ്റ ഒരു ഓർത്തോണോമൽ ബേസിസ് ഫംഗ്ഷൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, BPSKയുടെ ജനറേഷൻ നമ്മൾ പഠിച്ചതാണ്. BPSKയുടെ ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു the block diagram for BPSK generation also we have learned. Okay, okay, fine. That is okay. അപ്പം QPSKയിൽ തന്നെ തുടങ്ങാം. BPSKയുടെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷനാണ് ഈ ചാനലിൽ വരുന്നത്. അത് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? ഈ താഴത്തെ ചാനലും എന്താണ് ശരിക്കും മറ്റൊരു BPSK ചാനലാണ് താഴത്തതും അല്ലേ? കാരണം ഒരൊറ്റ ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്റർ മാത്രമേ ഉള്ളൂ, ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്റർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് ഫുൾ QPSK രണ്ട് BPSKയുടെ കോമ്പിനേഷനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ QPSKയുടെ മുകളിലത്തെ ചാനൽ അല്ലെങ്കിൽ ഇൻഫേസ് ചാനലിൻ്റെ എറർ പ്രോബബിലിറ്റി നമ്മൾ എഴുതും. അത് എന്തിന് ഇക്വലൻ്റ് ആണ്? BPSKയുടെ എറർ പ്രോബബിലിറ്റിക്ക് ഇക്വലൻ്റ് ആയിരിക്കും. ഇനി ഈ ചാനലുണ്ടല്ലോ, ഈ ചാനൽ മറ്റൊരു പേര് ഞാൻ പറഞ്ഞിരുന്നു, ക്വാഡ്രി ഫേസ് എന്ന്. അപ്പോൾ ഈ ക്വാഡ്രി ഫേസ് ചാനലിൻ്റെ എറർ പ്രോബബിലിറ്റി ഞാൻ എഴുതും സെപ്പറേറ്റ്, ലോവർ ചാനലിൻ്റെ. അതും എന്തിന് ഇക്വലൻ്റ് ആണ്? BPSKയുടെ എറർ പ്രോബബിലിറ്റിക്ക് ഇക്വലൻ്റ് ആണ്. സോ QPSKയുടെ എറർ പ്രോബബിലിറ്റി ഞാൻ എഴുതാൻ വേണ്ടി, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ QPSKയുടെ ബ്ലോക്ക് ഡയറക്റ്റിൽ കണ്ട ലോവർ ചാനലും അപ്പർ ചാനലും അല്ലെങ്കിൽ ആ ഇൻഫേസ് ചാനലിലും ക്വാഡ്രി ഫേസ് ചാനലിൻ്റെയും എറർ പ്രോബബിലിറ്റി നമ്മൾ സെപ്പറേറ്റ് ഒന്ന് എഴുതുവാണ്. ഓക്കെ, സോ the error probability, okay, for the in-phase channel എന്ന് പറഞ്ഞാൽ അപ്പർ ചാനലാണ് QPSKയുടെ ജനറേഷൻ ബ്ലോക്കിൽ. അതിനെ എങ്ങനെയാണ് അതൊരു ഈക്വലൻ്റ് ടു BPSK ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? ഒരു BPSK പോലെ തന്നെയാണത് നടക്കുന്നത്. അവിടെ ഒരു എൻകോഡറും പിന്നെ അതേകൂട്ട് തന്നെ ഒരൊറ്റ ഒരു പ്രൊഡക്റ്റ് മോഡുലേറ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ എഴുതാം അല്ലേ? BPSKയുടെ ദാറ്റ് ഈസ് 1/2 ERFC, okay, bracketed root of. Now instead of EB നമുക്ക് QPSK കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും എന്താ, എനർജി പെർ ബിറ്റ് എന്ന് പറഞ്ഞാൽ E/2 ആണ്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് EBയെ ഇൻ ടേംസ് ഓഫ് E നമ്മൾ എഴുതി. ഓക്കെ, /2N0 എന്ന് എഴുതാം. ഓക്കെ, നൗ ഇതിനെ ഞാൻ P' എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നൗ സിമിലർലി ഐ എം ഗോയിങ് ടു റൈറ്റ് ദ എറർ പ്രോബബിലിറ്റി ഫോർ ദ ലോവർ ചാനൽ which is also known as the quadri phase channel. QPSKയുടെ ആ ജനറേഷൻ ബ്ലോക്ക് ഡയഗ്രത്തിൻ്റെ താഴത്തെ ചാനലും BPSKക്ക് ഇക്വലൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എറർ പ്രോബബിലിറ്റിയും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല അല്ലേ? ഇറ്റ് ഈസ് സെയിം ആസ് ദ എബവ്, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് E/2N0. കാരണം രണ്ട് ചാനലും ഒരു BPSKക്ക് ഇക്വലൻ്റ് ആണ്. അതിനെ ഞാൻ അതുകൊണ്ട് തന്നെ P' എന്ന് വിളിക്കാൻ പോവാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ എറർ പ്രോബബിലിറ്റി ഓഫ് ഇൻ ഫേസ് ആൻഡ് ദ ക്വാഡ്രി ഫേസ് ചാനൽ. ഇത് എറർ പ്രോബബിലിറ്റി ആണ്. ഇനി ഞാൻ എഴുതാൻ പോകുന്നത് ദ പ്രോബബിലിറ്റി ഫോർ മേക്കിംഗ് ദ കറക്റ്റ് ഡിസിഷൻ. എറർ പ്രോബബിലിറ്റി എവിടെ നിൽക്കട്ടെ, പ്രോബബിലിറ്റി ഫോർ കറക്റ്റ് ഡിസിഷൻ, എറർ ഇല്ലാതെ. ഓക്കെ, കറക്റ്റ് ഡിസിഷൻ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? എറർ പ്രോബബിലിറ്റി P' ആണെങ്കിൽ കറക്റ്റ് ഡിസിഷൻ്റെത് 1 - P' ആയിരിക്കും അല്ലേ? 1 - P' ആയിരിക്കും. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് പ്രോബബിലിറ്റി ഫോർ കറക്റ്റ് ഡിസിഷൻ രണ്ട് ചാനലിലെയും സെയിം തന്നെയാണ്. കാരണം രണ്ട് ചാനലിൻ്റെ എറർ പ്രോബബിലിറ്റി P' ആണ് അല്ലേ? സോ പ്രോബബിലിറ്റി ഫോർ കറക്റ്റ് ഡിസിഷൻ ഇൻ ദ ഇൻഫേസ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - P' ആയിരിക്കും, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ദ പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ ഇൻ ദ ക്വാഡ്രേച്ചർ ചാനലിൻ്റെ എറർ പ്രോബബിലിറ്റിയാണ് നമ്മൾ P' എന്ന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ക്വാഡ്രേച്ചർ ചാനലിൻ്റെ പ്രോബബിലിറ്റി ഫോർ മേക്കിംഗ് കറക്റ്റ് ഡിസിഷൻ ഇൻ ക്വാഡ്രേച്ചർ ചാനൽ ഈസ് ഓൾസോ വാട്ട്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 - P' തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ എറർ പ്രോബബിലിറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇൻഫേസ് ചാനലിൻ്റെ കറക്റ്റ് പ്രോബബിലിറ്റി കിട്ടി, ക്വാഡ്രേച്ചറിൻ്റെയും കറക്റ്റ് പ്രോബബിലിറ്റി നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ QPSK ചാനലിൻ്റെ പ്രോബബിലിറ്റി ഫോർ കറക്റ്റ് ഡിസിഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലീസ് ലിസൺ, പ്രോബബിലിറ്റി ഓഫ് ദ കറക്റ്റ് ഡിസിഷൻ, ഓക്കെ, കറക്റ്റ് ഡിസിഷൻ ഇൻ ദ ഹോൾ QPSK സിസ്റ്റം, QPSK ചാനൽ കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് ഇൻഫേസ് ആൻഡ് ക്വാഡ്രേച്ചർ ചാനൽ. എങ്ങനെയാണ് എഴുതുന്നത്?
ആ രണ്ട് BPSK ചാനൽ, അതായത് ആ ഇൻഫേസ് ചാനലും കോഡ് റീഫേസ് ചാനലും ദേ ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഇൻഡിപെൻഡൻ്റ് ആകുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ജോയിൻറ്റ് പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? ഓരോന്നിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി. ഓക്കെ, ഇതിനെ ഞാൻ PCI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡിസിഷൻ ഇൻ ദ ഇൻഫേസ് ചാനൽ. ഇതിനെ ഞാൻ പ്രോബബിലിറ്റി ഫോർ കറക്റ്റ് ഡിസിഷൻ ഇൻ ക്വാഡ്രേച്ചർ ചാനലിനെ PCQ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ probability, okay, total probability for making correct decision in QPSK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫേസ് ചാനലിൽ ഉണ്ടാവുന്ന കറക്റ്റ് ഡിസിഷൻ്റെ പ്രോബബിലിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ക്വാഡ്രേച്ചർ ചാനലിൽ ഉണ്ടാവുന്ന കറക്റ്റ് ഡിസിഷൻ്റെ പ്രോബബിലിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ബിക്കോസ് ദേ ബോത്ത് ആർ ഇൻഡിപെൻഡൻറ്റ്. സോ ജോയിൻറ്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ പ്രോബബിലിറ്റി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ QPSKയുടെ ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, എനിവേ ഇത് എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 മൈനസ് പി ഡാഷ്. ക്വാഡ്രേച്ചറിൻ്റെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1 മൈനസ് പി ഡാഷ്. സോ 1 മൈനസ് പി ഡാഷ് ഇൻറ്റു 1 മൈനസ് പി ഡാഷ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 മൈനസ് പി ഡാഷ് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് വാട്ട് ഈസ് പി ഡാഷ്. പി ഡാഷ് നമുക്ക് ഓൾറെഡി നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? 1/2 എറർ ഫംഗ്ഷൻ റൂട്ട് ഓഫ് E/2n0 ആണ് പി ഡാഷ്. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് 1 മൈനസ്, instead of p dash it is 1/2 complementary error function root of E/2n0 the whole square. Okay, now this is of the form a minus b the whole square. Expand here. A minus b the whole square is equal to first term 1 ആണല്ലേ. So a square plus second term 1/2 that term. So it is 1/4 ERFCയുടെ സ്ക്വയർ എടുക്കുമ്പം ERFC സ്ക്വയർ ആൻഡ് ഇറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റൂട്ട് ഓഫ് E/2n0. ഓക്കെ, സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ വന്നു. മൈനസ് 2AB, ദറ്റ് ഈസ് 2 ഇൻറ്റു ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1/2 കോംപ്ലിമെൻ്ററി എറർ ഫംഗ്ഷൻ ഓഫ് വാട്ട്? റൂട്ട് ഓഫ് E/2n0 ആസ് സച്ച് എഴുതി. നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ദിസ് ഈസ് ഈക്വൽ ടു 1 plus 1/4 ERFC square of root of E/2n0. Okay, minus 2 get cancelled, so complementary error function of root of E/2n0 എന്ന് കിട്ടി. Okay, so this is the probability for correct decision. Error probability അല്ല. ഓക്കെ, നൗ നമ്മളൊരു അസംഷൻ എടുക്കാൻ പോവാണ്. ദറ്റ് ഈസ് അസ്യൂം ദ സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഓക്കെ, അസ്യൂം ദ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ E/2n0 ഇത് എനർജിയാണ്, താഴത്തത് പവർ നോയിസിൻ്റെ പവറിന് ഇക്വലൻ്റ് ആണ്. സോ E/2n0 എന്ന് പറയുന്നത് ഇത് മച്ച് ഗ്രേറ്റർ ദാൻ 1 എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം അറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇറർ ഫംഗ്ഷൻ ഓഫ് എ ലാർജർ വാല്യൂ, ഒരു ലാർജർ വാല്യൂവിൻ്റെ എറർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇറ്റ് വിൽ ബി ഈക്വൽ ടു സ്മോൾ. അപ്പം ഈ റൂട്ട് ഓഫ് E/2n0 വലുതാകുമ്പം എന്ത്? ERFC ടേം ചെറുതാകും. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം ഒന്നുകൂടി ചെറുതാകും. അപ്പോൾ എന്താ പറ്റുന്നത്? നമുക്ക് ഈ ടേം അങ്ങ് നിഗ്ലക്റ്റ് ചെയ്യാം. വി ക്യാൻ നിഗ്ലക്റ്റ് ദിസ് ടേം. ഓക്കെ, വി ക്യാൻ നിഗ്ലക്റ്റ് ദിസ് ടേം ബിക്കോസ് ആ ടേം വളരെ ചെറുതാവും. അപ്പം കറക്റ്റ് probability for making the correct decision you will get it at approximate ചെയ്യുവാണ്. കാരണം നമ്മൾ ആ ഒരു ടേം നമ്മൾ നിഗ്ലക്റ്റ് ചെയ്തതുകൊണ്ട് we can approximate this as 1 minus the last term. ഓക്കെ, ലാസ്റ്റ് ടേം നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യുന്നില്ല ബിക്കോസ് അത് നമ്മൾ എടുക്കും. ആ സ്മോളർ ടേമിൻ്റെ സ്ക്വയർ വരുമ്പം 0.1ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.01 ആണല്ലേ. സോ ദാറ്റ് ക്യാൻ ബി നിഗ്ലക്റ്റഡ്. ഓക്കെ, ഇത് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇത് PC ആണ്. സോ വാട്ട് ഈസ് എറർ പ്രോബബിലിറ്റി? ദെയർഫോർ എറർ പ്രോബബിലിറ്റി ഓർ QPSK വെച്ച് നോക്കുവാണെങ്കിൽ ആ സിമ്പിൾ എറർ എന്ന് പറയാം. ബിറ്റ് എറർ എന്ന് പറയുന്നതിനെക്കാട്ടി നമുക്ക് സിമ്പിൾ എറർ എന്ന് പറയാം അല്ലേ. എറർ പ്രോബബിലിറ്റി ഓഫ് ദ സിമ്പിൾ ഓർ പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ. ഒരു സിമ്പിളിനകത്ത് 2 ബിറ്റാണ് അല്ലേ. അപ്പം പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ എന്ന് നമുക്ക് പറയാം. it will be more appropriate for QPSK because ഒരു സിമ്പിളിനകത്ത് 2 ബിറ്റാണ് വരുന്നത്. സോ പ്രോബബിലിറ്റി ഓഫ് ദ സിമ്പിൾ എറർ ക്യാൻ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1 മൈനസ് PC അതല്ലേ. therefore PE എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആവറേജ് probability of simple error, it is approximated as 1 minus this term, that is 1 minus
1 plus ERFC complementary error function root of E by 2 n naught എന്ന് പറയാം. So this is the average error probability or probability of symbol error. ഈ 1ഉം 1ഉം cancelled ആകും. So we can say the average error probability or average probability of symbol error for QPSK, we can approximate it as root of E by 2 n naught എന്ന് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് സിമ്പിൾ എറർ ആണ്. ഞാൻ പറഞ്ഞു ബിറ്റ് എറർ എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബിക്കോസ് ഒരു QPSK കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സിമ്പിളിനകത്ത് 2 ബിറ്റ് വരുന്നുണ്ട്, 00 01 ആയിക്കോട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് പ്രോബബിലിറ്റി ഓഫ് സിമ്പിൾ എറർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നൗ ബിറ്റ് എറർ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സപ്പോസ് നമ്മളിപ്പം ഗ്രേ കോഡിങ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സിമ്പിളിനെ കോഡ് ചെയ്ത് അയക്കുമ്പം വി മേ നോട്ട് യൂസ് ഗ്രേ കോഡിങ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഗ്രേ കോഡിങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സപ്പോസ് വിത്ത് ഗ്രേ കോഡിങ്, ഓക്കെ, സോ വിത്ത് ഗ്രേ കോഡിങ് ഇഫ് യു ആർ യൂസിങ് ഗ്രേ കോഡിങ് ഫോർ ദ ഇൻകമ്മിങ് സിമ്പിൾസ്, ഓക്കെ, വരുന്ന സിമ്പിൾസിനെ ഗ്രേ കോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബിറ്റ് എറർ റേറ്റ് എങ്ങനെ പറയാമെന്നറിയാവോ? ബിറ്റ് എറർ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബിറ്റ് എറർ ആകാനുള്ളതാണ്, സിമ്പിൾ എറർ റേറ്റ് അല്ല. ഇതിനെ നമുക്ക് സിമ്പിൾ എറർ റേറ്റ് എന്ന് പറയാം. ശരിക്കും SER എന്ന് പറയാം, സിമ്പിൾ എറർ റേറ്റ് എന്ന് പറയാം. സിമ്പിളിൻ്റെ എറർ പ്രോബബിലിറ്റിയാണ്. അപ്പോൾ ബിറ്റ് എറർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഹാഫ് ദ സിമ്പിൾ എറർ റേറ്റ് ആയിരിക്കും. ബിറ്റ് എറർ റേറ്റ് എന്ന് പറഞ്ഞാൽ. ബിക്കോസ് QPSK കൺസിഡർ ചെയ്യുമ്പോൾ ഒരു സിമ്പിൾ ഹാസ് 2 ബിറ്റ്. സോ ബിറ്റ് എറർ റേറ്റ് ഈസ് ഹാഫ് ദ സിമ്പിൾ എറർ റേറ്റ്. Therefore for QPSK the bit error rate can be exactly equal to 1/2 the complementary error function root of EB by n naught എന്നും പറയാം. ബോത്ത് ആർ കറക്റ്റ്. ഇത് സിമ്പിൾ എറർ ആണ്, ഇത് ബിറ്റ് എറർ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ബിറ്റ് എറർ റേറ്റ്. ഓക്കെ, നൗ സി ഇവിടെ E/2 1/2 സിമ്പിൾ എറർ റേറ്റ് ആണ്. സി ഇതിനെ ഇങ്ങനെ തന്നെ എഴുതണമെന്നില്ല, ഞാൻ ഒരു സ്റ്റെപ്പിലും കൂടി എഴുതാം. ഓക്കെ, ഇവിടെ E/2 n naught അല്ലേ, E/2 n, ഞാനിവിടെ E/2ന് EB കൊടുത്തന്നേ ഉള്ളൂ. ഡസൻ മേക്ക് എനി ഡിഫറൻസ് അല്ലേ. നമുക്കറിയാം QPSKയിലെ എനർജി എന്ന് പറഞ്ഞാൽ 2 ബിറ്റാണ്, 2 എനർജി ബിറ്റാണ് E എന്ന് പറഞ്ഞാൽ. അപ്പം E/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? EB ആണ് അല്ലേ. അപ്പം ഞാൻ ഇവിടെ ഈ ഇക്വേഷനകത്ത് E/2ന് പകരം EB കൊടുത്തന്നേ ഉള്ളൂ ഇവിടെ. ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് E/2 ഓൾസോ. ഇറ്റ് ഹാസ് നോ ഡിഫറൻസ്. ഒന്നുകിൽ EB എന്ന് എഴുതാം, ഓർ ഇൻസ്റ്റെഡ് ഓഫ് EB യു റൈറ്റ് ഇറ്റ് ആസ് E/2. സോ എനിവേ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ബിറ്റ് എറർ റേറ്റ്. അപ്പോൾ ഇത് നോക്കുവാണെങ്കിൽ ശരിക്കും ഈ QPSKയുടെ ബിറ്റ് എറർ റേറ്റ് എന്തിന് ഇക്വലൻ്റ് ആണ് നോക്കിക്കേ. ബിറ്റ് എറർ റേറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സിമ്പിൾ എറർ റേറ്റ് അല്ല. BPSKയുടെ എറർ പ്രോബബിലിറ്റി എന്താണ്? ബിറ്റ് എറർ റേറ്റ് എന്താണ്? കണ്ടോ, 1/2 എറർ ഫംഗ്ഷൻ റൂട്ട് EB by n naught ആണ്. QPSKയുടെ എന്താണ്? കണ്ടോ, ബിറ്റ് എറർ റേറ്റ് 1/2 എറർ ഫംഗ്ഷൻ റൂട്ട് EB by n naught ആണ്. സോ നമുക്കിതിനകത്തുനിന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയാം. ദാറ്റ് ഈസ് ബിറ്റ് എറർ റേറ്റ് ഓഫ് QPSKയും is equal to, we can say what we are getting average error probability അല്ല, സിമ്പിൾ എറർ റേറ്റ് അല്ല, ബിറ്റ് എറർ റേറ്റ് QPSKയുടെയും BPSKയുടെയും സെയിം തന്നെയാണ്. പക്ഷേ എന്നാൽ കൂടി നമുക്ക് ഏതായിരിക്കും പ്രിഫർ ചെയ്യാൻ കൂടുതൽ താല്പര്യം? ചില ആപ്ലിക്കേഷന്, ചിലതിനല്ല, പലപ്പോഴും പല ആപ്ലിക്കേഷനുകൾക്കും അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത് QPSK ആണ്, ബിറ്റ് എറർ റേറ്റ് സെയിം ആണെങ്കിലും. കാരണം എന്താ? ഓക്കെ, ഫോർ ദ സെയിം ബാൻഡ് വിഡ്ത്ത് കൂടുതൽ ബിറ്റുകൾ നമുക്ക് QPSKയ്ക്ക് അയക്കാം. കാരണം QPSKയിൽ വൺ സിമ്പിൾ ഫോർ QPSK one symbol represents how many bit? represent 2 bit, ശരിയല്ലേ? പക്ഷേ BPSKയിൽ വൺ സിമ്പിൾ എന്ന് പറയുന്നത് represent only 1 bit. സോ ഇൻ BPSK 1 symbol means 1 bit, മറ്റേതിന് 2 ബിറ്റ് നമുക്ക് അയക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻ്റ് ഏതാണ്? QPSK ആണ് ബാൻഡ് വിഡ്ത്ത് എഫിഷ്യൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. QPSK is bandwidth efficient. ഓക്കെ, bandwidth efficient എന്ന്, കാരണം ആ സെയിം ബാൻഡ്വിഡ്ത്തിൽ തന്നെ വി ക്യാൻ ട്രാൻസ്മിറ്റ് മോർ ബിറ്റ്സ്. സോ ബാൻഡ്വിഡ്ത്ത് എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? QPSK ആണ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് യൂസ്ഡ് in many of the applications. So this is all about the error probability, simple error probability and the bit error rate of QPSK. അപ്പോൾ ഈ bit error rate എന്ന് പറയുന്നത് average probability of error ഇത് തന്നെ എഴുതാം. ഓക്കെ, and also don't get confused, this is the simple error rate.
ഓക്കെ, അതിനെ ബിറ്റിലോട്ട് ഒരു ബിറ്റ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഇതിനെ ദാറ്റ് ഈസ് സിഗ്നൽ എറർ റേറ്റ് എന്താണോ അതിനെ ഹാഫ് ആക്കണം. കാരണം ഇതെന്ന് പറയുന്നത് 2 ബിറ്റിൻ്റെയാണ് ഒരു സിമ്പൽ. അപ്പോൾ ഒരു ബിറ്റിൻ്റെ ഉള്ളത് അതിൻ്റെ എറർ കാണണമെങ്കിൽ ഈ PE ഉണ്ട്, സിമ്പിൾ എറർ റേറ്റ് എന്ന് പറയുന്നത് PE ആണ്. PE/2 ചെയ്താണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓൾസോ ഇവിടെ ഞാൻ E/2ന് ജസ്റ്റ് EB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. താങ്ക് യു.